ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഈ വണ്ടിയൊക്കെ കാണിക്കുന്നത്. നമ്മൾ പോകുന്ന കാറല്ല കേട്ടോ, നമ്മുടെ വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചല്ലോ. ഞങ്ങളും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളെ പോവുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞ് നമുക്കങ്ങ് ബോറടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് മൈതാനത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ആശ്രാമം മൈതാനം കൊല്ലത്താട്ടോ. അപ്പം ഞങ്ങൾ കുഞ്ഞുവാവയും ഐശ്വര്യയും ഞാനും കൂടി പോവുക കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അവിടുത്തെ കാര്യങ്ങൾ. ഇത് കൊല്ലം ആശ്രാമം മൈതാനം, കൊല്ലം പൂരം നടക്കുന്ന സ്ഥലം. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ മൈതാനത്തിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. 2 വീലർ, കാറ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ദേ കുറേ ബലൂണും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ബലൂണും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ കുഞ്ഞിന് ബലൂൺ അങ്ങ് മേടിക്കാം. അന്നേരം മോള് പറഞ്ഞു വേണ്ട, ഇപ്പോൾ മേടിക്കേണ്ട, പിന്നെ അതും പിടിച്ചുകൊണ്ട് നടക്കണം, തിരിച്ച് വരുമ്പോഴാണ് മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് വിട്ട്. അത് കഴിഞ്ഞ് ദേ അകത്തോട്ട് കയറിയപ്പോൾ കാണാൻ നല്ല പൊരിപ്പും ചായ ഇരിക്കുന്നു. ഈ പൊരിപ്പും ചായയും കഴിക്കാനാണോ മൈതാനത്ത് ചെന്നേന്ന് ചോദിച്ചാൽ അതും സത്യം തന്നെയാണ്. അങ്ങോട്ട് ചെന്നുടനെ നല്ല വാഴയ്ക്കാപ്പം ചൂടോട് ചുട്ട് വെക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അവിടെ അങ്ങ് തിരിഞ്ഞ് നിന്ന്. കുഞ്ഞാണെങ്കിൽ ചൂട് വാഴയ്ക്കാപ്പത്തിനകത്തോട്ട് പിടിക്കാനായിട്ട് വരുന്നത്, ഞാനത് തപ്പി പിടിക്കുന്നു. ഇതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും, അതേ രീതിയിലുള്ള ചൂട്. അങ്ങനെ കുഞ്ഞിൻ്റെ കൈ തൊടാതെ ഞാനത് കഴിക്കുക കേട്ടോ. നമ്മളൊരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെയൊക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുക. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ സന്ധ്യയ്ക്ക്. ഇതാണ്ട ആ ആകാശം കണ്ടോ, എന്തൊരു നല്ല രസമുണ്ടെന്ന് നോക്കേ. സന്ധ്യ സമയത്ത് ചായയൊക്കെ കുടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ചെടിക്കട കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം അവിടെ ചാടി കയറും, അത് ഉറപ്പാണ്. അങ്ങനെ ചെടിക്കടയിലോട്ട് ചെന്നിട്ട് ഓരോ ചെടിയും ഇങ്ങനെ നോക്കി വന്നപ്പോൾ കാണാം ആ ചെടിക്കടയിലെ ഓണർ എന്നോട് ചോദിക്കുന്നത്, കഴിഞ്ഞ മാസം ഇല്ലയോ കുറേ ചെടി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പുള്ളിയെ മനസ്സിലായില്ല, പക്ഷേ പുള്ളിക്ക് എന്നെ പിടികിട്ടി. അപ്പം ഞങ്ങൾ കാറും കൊണ്ടുപോയി കുറേ ചെടിച്ചട്ടിയും മൺചട്ടിയൊക്കെ ആ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോർപ്പറേഷൻ്റെ ഇപ്പുറത്തെ ഒരു ചെടിക്കടയാണ്. അപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനത് പിടികിട്ടി. അന്നേരം പുള്ളി ചോദിച്ചു വീട് പണിയൊക്കെ തീർന്നോ? അപ്പോൾ ഇല്ല, തീർന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു വീട് പണി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരാൾ വന്ന് ചെടിയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴേ ഒന്നും മേടിച്ചുകൊണ്ട് വെക്കണ്ട, ഈ മേടിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ പണി തീർന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാം, അവിടുന്ന് ആൾ വന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ ചെടിയൊന്നും മേടിച്ചില്ല. പിന്നെ അതുമല്ല കുഞ്ഞുമായിട്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ പാടാണ്, അതുകൊണ്ട് നമ്മൾ ആ ചെടിയൊന്നും മേടിച്ചില്ല. എല്ലാം കണ്ടിട്ട് ഞാനിനി ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ഒന്ന് കണ്ട് കേട്ടിട്ടൊക്കെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കാണാൻ ദാണ്ടെ 199 രൂപയ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ, 3 കൂട്ടർ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ദാണ്ട് അതിനകത്തോട്ട് കയറിയപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ച മുട്ടായി, ചോക്ക് മുട്ടായി, പിന്നെ ദാണ്ട് കോലുമുട്ടായി, കമ്പ് മുട്ടായി സ്റ്റിക്ക് വെച്ചുള്ള, പിന്നെ ദാണ്ട ഈ ചോക്ക് മുട്ടായി കണ്ട, പിന്നെ ജീരക മുട്ടായി, പിന്നെ പുളിമുട്ടായി. അങ്ങനെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ മുട്ടായികളാണ് നമ്മൾ 5 പൈസയ്ക്കും 10 പൈസയ്ക്കും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ളത്. അതേ സാധനം തന്നെ ദേ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ പുളിമുട്ടായി മേടിച്ച് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കവറിനകത്ത് ഇങ്ങനെ പൊട്ടിച്ച് തിന്നുന്നത്. അങ്ങനെ പുളിമുട്ടായി മേടിച്ച് കയ്യിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഈ ഡപ്പിയൊക്കെ നോക്കിയപ്പോൾ ഇത് ഡപ്പി മേടിക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളത് ഇതൊക്കെ വീട്ടിലുണ്ട്. എന്നാലും പിന്നെ അത് മേടിച്ചില്ല, വിട്ട്. പിന്നെ നടന്ന് പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ദാണ്ടെ. ബാഗുകൾ, ചെരുപ്പുകൾ എല്ലാം വിലക്കുറവുണ്ട് കേട്ടോ. 250 രൂപ ബാഗിന്. പിന്നെ അതിനകത്ത് കയറിയതല്ലയോ, എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാം എന്നും പറഞ്ഞിട്ട് ദാണ്ട് ഞാൻ ഓരോന്ന് പറക്കിയെടുക്കുക കേട്ടോ. കുഞ്ഞിനൊരു സൂര്യകാന്തി പൂ മേടിച്ച് കുഞ്ഞിൻ്റെ തലയിൽ വെക്കാനായിട്ട്. അതുകൊണ്ട് സൂര്യകാന്തി കിടക്കുന്നതാണ്ടോ, സൂര്യകാന്തി. പിന്നെ ദാണ്ട എനിക്ക് കുഞ്ഞിൻ്റെ അമ്മുമ്മ എനിക്ക് അപ്പുറം ക്ലിപ്പ് കുത്തിയാൽ ആ മുടി അവിടെ അടങ്ങിയിരിക്കും പറക്കാതെ. അങ്ങനെ ആ ഒരു ക്ലിപ്പ് എടുത്ത് ഞാൻ
ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിന് ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ട് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ച് ബാവയുടെ തലയിൽ കുത്താനായിട്ടൊരു സൂര്യകാന്തി പൂ എടുത്ത്. ഇച്ചിരി മുടിയേ ഉള്ളൂ, എന്നാലും അതിനകത്ത് തലയിൽ കുത്താമല്ലോ എന്ന് പറഞ്ഞിട്ടെടുത്ത്. അങ്ങനെ അതും കൊണ്ട് പിന്നെയും അവിടെ എല്ലാം നടന്ന് കണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അതുകൊണ്ട് ബോറടിക്കത്തില്ല, ഞാനിങ്ങനെ നടന്ന് കാണും. ഇതിന് മുമ്പ് ഫാർമസിയിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലെയാണ്, വണ്ടി സൈഡ് ഒതുക്കി വെച്ചിട്ട് അവിടെ എല്ലാം നടന്നങ്ങ് കാണും. എനിക്കതാ ഇഷ്ടം. എല്ലാം നടന്ന് കണ്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളുമൊക്കെ മേടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നത്. ഉണ്ടോ ഈ ചായക്കപ്പൊക്കെ കാണുമ്പോൾ എടുത്തങ്ങ് കൈ പിടിക്കും. പക്ഷേ ഇത് ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് പിന്നെ അങ്ങ് തിരിച്ചു വെക്കും. മേടിക്കണമെന്നുണ്ട്, പിന്നെ മേടിക്കത്തുമില്ല. പിന്നെ എല്ലാം ഒരേ സൈസിലേക്ക് എന്തിനാന്ന് വിചാരിച്ച് പിന്നെ അങ്ങ് തിരിച്ചു വെക്കും. ഇഷ്ടംപോലെ സ്റ്റീൽ പാത്രങ്ങൾ, നമ്മുടെ ഈ അടപ്പുള്ള തൂക്കുപാത്രങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കയ്യിൽ ചോറ്റുപാത്രമൊക്കെ ഉണ്ട്. അന്നേരം പിന്നെയും മേടിച്ച് എവിടെ വെക്കാനായത്, അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. പിന്നെ എല്ലാത്തിൻ്റെയും സ്ഥലത്ത് ചെന്നൊന്ന് നോക്കും. വഞ്ചി പൊക്കി എടുത്തിട്ട് വഞ്ചി അങ്ങ് തിരിച്ച് വെച്ച് കേട്ടാ. ചിക്കുവിനൊരു വഞ്ചി മേടിച്ച് കൊടുത്ത്, ഒരു കൊച്ചു വഞ്ചിയാണ് ചിക്കുവിന് മേടിച്ച് കൊടുത്ത്. അത് കഴിഞ്ഞ ആഴ്ച മേടിച്ച് കൊടുത്ത്. ഈ ആഴ്ച കുലുക്കി നോക്കിയപ്പോൾ കുറച്ച് ചില്ലറയൊക്കെ അതിനകത്ത് കിടക്കുന്നു. അപ്പോൾ അത് നിറയുമ്പോൾ വലിയ വഞ്ചി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ അവിടുന്ന് ബില്ലും ഒക്കെ ഇട്ട് കുറച്ചിരി സാധനം എന്തിനൊക്കെയോ ഇച്ചിരി സാധനം മേടിച്ചിട്ട് അവിടുന്ന് ബില്ലും ഒക്കെ ഇട്ട് ഇനി പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ദാണ്ട നല്ല ആവി പറക്കുന്ന നല്ല ചൂടോട് ചോളം പുഴുങ്ങി വെച്ചേക്കുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ചേട്ടൻ്റെ അടുത്ത് കയ്യിൽ നിന്നൊരു ചോളം മേടിച്ച് അങ്ങനെ അതും പൊതിഞ്ഞ് പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുക കേട്ടോ. നല്ല ചൂടോട് നല്ല രുചിയുണ്ടായിരുന്നു. ആ ചൂടോട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മളവിടെയൊക്കെ നടന്ന് ഇച്ചിരി കഴിക്കും, പിന്നെ കുറച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അതങ്ങ് തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അതിലേക്കൂടെ വന്നിട്ട് ഇതേ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ ചോളം മേടിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഓരോരോ പരിപാടികളായിട്ട് നടക്കുക കേട്ടോ. സർക്കസ് നടക്കുന്നുണ്ട്. പിന്നെ ദാണ്ട കുട്ടികളുടെ കളിക്കാനായിട്ടുള്ളൊരു ഇതാ കേട്ടോ. ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് കുട്ടികൾ കയറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ടിക്കറ്റ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ട് സർക്കസ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സർക്കസിനൊന്നും കയറിയില്ല, നമ്മൾ ചുമ്മാ ഇതിലൊന്ന് എല്ലായിടവും ഒന്ന് കണ്ടു കേട്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വേണ്ട അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് ചെന്നപ്പോൾ അതാ കണ്ടോ, അതൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഐശ്വര്യയുടെ അടുത്ത് പറഞ്ഞു, ഐശ്വര്യ എനിക്ക് ആ വള്ളത്തിൽ കയറണമെന്ന്. അന്നേരം ഐശ്വര്യ പറഞ്ഞ് ഇപ്പോൾ വള്ളത്തിൽ കയറണ്ടെന്ന്. കാരണം വേറൊന്നുമല്ല, കുഞ്ഞ് കയ്യിലിരിക്കുന്ന കരയോ എങ്ങാണ്ട് ചെയ്യുവാണെങ്കിലോ, അതുകൊണ്ട് കയറണ്ട എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇതൊക്കെ കണ്ട് ഇതൊക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഇതുപോലെ അങ്ങ് ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വരിക്ക് വന്നിട്ട് അവിടെ കയറി പിന്നെ ഒത്തിരി സമയമാവും. നമ്മൾ പോയപ്പോൾ തന്നെ സന്ധ്യയായി. അപ്പം ഈ സന്ധ്യയ്ക്കുള്ള കാര്യങ്ങളായത്. അപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ അത് പാടാം, കുഞ്ഞും കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് അകത്തോട്ട് കയറിയില്ല. നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ട്. ഇതിൻ്റെ അകത്ത് ആളുണ്ട് കേട്ടോ. ഈ വട്ടം കറങ്ങുന്നതിനകത്ത് ആൾക്കാർ ബഹളം വെക്കുന്നുണ്ട്. ബഹളം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കറങ്ങി വെള്ളോട്ട് ചെല്ലുമ്പോൾ അവരൊരു ബഹളം വെക്കുമല്ലോ, അങ്ങനെ ബഹളമൊക്കെ വെക്കുന്നുണ്ട്. വള്ളത്തിനകത്തും ആളുണ്ട്. എനിക്ക് വള്ളത്തിൽ കയറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കേട്ട് ഒക്കെ നിന്നും വെച്ച് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് കേട്ടോ. ചോളമൊക്കെ കഴിച്ചും കൊണ്ട് കുറച്ച് നേരമൊക്കെ മൈതാനത്തൊക്കെ നിന്നിട്ട് ഇത് കണ്ടോ, ഇതിനകത്ത് ആളുണ്ട്. അത്തപ്പൂ കണക്കിരിക്കുന്നില്ലയോ.
നല്ല രസമുണ്ട് അത്. അങ്ങനെ കുറച്ച് നേരം ലൈറ്റും വെട്ടമൊക്കെ കണ്ട് കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് കുറേ നേരം അവിടെ നിന്ന്. ഓണത്തിൻ്റെ അത്തപ്പൂവിൻ്റെ കണക്കിരിക്കുന്നു. പക്ഷേ ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തൂടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വരണം. പക്ഷേ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് എങ്ങാനും പോയിരുന്നെങ്കിൽ നടന്നേനെയായിരുന്നു. ഇതിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കയറിയില്ല. കുഞ്ഞ് ലൈറ്റൊക്കെ കണ്ട് കളിക്കുക കേട്ടോ. എന്തോ ഏതാണെന്നൊന്നും അറിയാൻ വയ്യ കുഞ്ഞിന്. ശരിക്കും ഒരു അത്തപ്പൂവിൻ്റെ കണക്കിരിക്കുന്നില്ലയോ. ഇതിലെ വട്ടം കറങ്ങുന്ന സാധനമാണ് കേട്ടോ. അതിനകത്ത് ആൾക്കാരും ഉണ്ട്. കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ പോയി നിന്ന്. പക്ഷേ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയേക്ക് കൂടുതൽ കാഴ്ചകൾ കാണാമായിരുന്നു. പക്ഷേ നമുക്ക് സമയം പോയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ നിന്നില്ല. പിന്നെ പൊടിക്കുഞ്ഞും കയ്യിലിരിക്കുന്നത് കൊണ്ട് നല്ല തിരക്കുണ്ട്. അകത്തോട്ട് കയറാൻ ആൾക്കാർ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് പോയില്ല. അപ്പം നമ്മൾ പിന്നെ തിരിച്ചു പോകാനായിട്ട് നമ്മളിങ്ങ് തിരിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ കണ്ട കുട്ടികൾ കയറി കളിക്കുന്നുണ്ട് അതിനകത്ത്. അത് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു അതിനകത്ത് കേട്ടോ. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോയാൽ വൈകുന്നേരത്തൊക്കെ പോയാൽ നല്ല നല്ല രസമാണ്. കുറേ സമയം നമുക്കവിടെ ചിലവഴിച്ച് കുഞ്ഞുങ്ങൾക്കും ഒക്കെ സന്തോഷമാവും. അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം കുറേ ചായക്കപ്പുകൾ കേട്ടോ. ചായക്കപ്പുകൾ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ഞാൻ ചായക്കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ചായക്കപ്പൊന്നും മേടിച്ചില്ല. പക്ഷേ ഇതാണ്ട ചെടിച്ചട്ടി കണ്ടപ്പോൾ അത് കണ്ണിലുടക്കി. അപ്പോൾ അത് മേടിക്കാതെ പോരാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ 3-4 ചെടിച്ചട്ടി, എനിക്കിഷ്ടമുള്ള ചെടിച്ചട്ടി നോക്കി ഞാൻ എടുത്ത് അതിനകത്ത് നല്ല ചെടികളൊക്കെ വെച്ച് വീടിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ 4 ചെടിച്ചട്ടി എടുത്ത് 4 ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അത് മേടിച്ച്. പിന്നെ ദാണ്ട അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കാണാൻ ദാണ്ട പൊരിപ്പ്, ചായയും പൊരിപ്പും കടയിൽ നിന്ന് ചായ കുടിച്ചില്ല, വീട്ടിലേക്ക് പൊരിപ്പ് മേടിച്ച്. അപ്പോൾ ചിക്കുനും സൈചേട്ടനും കൊടുക്കാനായിട്ട് നമ്മൾ പൊരിപ്പൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. കുഞ്ഞപ്പോഴത്തേനങ്ങ് ഉറങ്ങി. കുഞ്ഞങ്ങ് ഉറങ്ങി കേട്ടോ. നമ്മൾ തിരിച്ച് വരുമ്പോൾ ആദ്യം മേടിച്ച ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ചോളവും കൂടി മേടിച്ച്. കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോട് നല്ല ടേസ്റ്റുള്ള ചോളം. അപ്പോൾ ഒരെണ്ണവും കൂടെ നമ്മൾ മേടിച്ച് നമ്മൾ കഴിച്ച് വരും കേട്ടോ. ഇനി വണ്ടിയുടെ അടുത്തോട്ട് ചെന്നിട്ട് കുട്ടികളൊക്കെ ഉള്ളവർ കുട്ടികളെയും കൊണ്ട് വൈകുന്നേരത്ത് നിന്ന് പോകണം കേട്ടോ. നല്ല രസം, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും ഒക്കെ ഒന്ന് കയറ്റി കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്ത് നമുക്ക് നല്ല സന്തോഷമാകും കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി ഇട്ടേക്കുമായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്